ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു. എടത്വ സ്വദേശി ആൽവിനാണ് മരിച്ചത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വീണ്ടും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയും ഇല്ലാതായിരിക്കുന്നു. വിവരങ്ങളിലേക്ക്. ആലപ്പുഴ കളർകോട് അപകടത്തിൽ 5 വിദ്യാർത്ഥികളാണ് നേരത്തെ തന്നെ അപകടത്തെ തുടർന്ന് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ആൽവിൻ. 2 ദിവസത്തിനു ശേഷം അപകടം നടന്ന് 2 ദിവസത്തിനു ശേഷം ആൽവിനും മരിച്ചതായിട്ടുള്ള വിവരമാണ് വരുന്നത്. ഗുരുതരമായിട്ട് പരിക്കേറ്റ് ചികിത്സയിൽ കൂടിയായിരുന്നു ആൽവിൻ. കളർകോട് അപകടത്തിൽപ്പെട്ട കാർ ഓടിച്ചിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥി ഗൗരി ശങ്കറിനെ പ്രതി ചേർത്ത് സൗത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ബസ് ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട്. അശ്രദ്ധമായി വാഹനമോടിച്ച് ജീവഹാനി സംഭവിക്കൽ, അമിത വേഗത എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗൗരി ശങ്കറിനെ 1-ാം പ്രതിയാക്കി സൗത്ത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത് തൊട്ടു മുമ്പിലത്തെ വാഹനത്തെ മറികടക്കുന്നതിനിടെയാണെന്നാണ് ഗൗരി ശങ്കറിന്റെ മൊഴി. കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല. എതിർവശത്ത് നിന്ന് KSRTC ബസ് വരുന്നത് കണ്ട് ബ്രേക്ക് ചവിട്ടിയപ്പോൾ നിയന്ത്രണം വിട്ട് വലത്തേക്ക് തെന്നിമാറി ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നുവെന്നും മൊഴിയിൽ വിശദീകരിക്കുന്നു. വാഹനം വാടകയ്ക്കെടുത്തത് ഗൗരിശങ്കർ ആണെന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. വാടകയായി തന്റെ ഗൂഗിൾ പേ വഴി 1000 രൂപയും വാഹന ഉടമ ഷാമിൽ ഖാന് നൽകുകയും ചെയ്തു. അതേസമയം അപകടത്തിന് തൊട്ടുമുമ്പ് KSRTC മറികടന്നെത്തിയ കാറിന്റെ തീവ്ര വെളിച്ചത്തിൽ ഗൗരിശങ്കറിന്റെ കാഴ്ച മറഞ്ഞതായിരിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. ന്യൂസ് 18 ആലപ്പുഴ.